വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവ് വിധികർത്താവായി വരുമ്പോൾ അവിടുത്തെ പ്രകാശത്തിൽ നമുക്ക് വ്യാപരിക്കാൻ കർത്താവിൻ്റെ മാർഗത്തിൽ ചരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന വേദഭാഗമാണ് യേശയ്യാ 2-ാം അധ്യായം 4-5 തിരുവചനങ്ങൾ. അവിടുന്ന് ജനതകളുടെ മധ്യത്തിൽ വിധികർത്താവായിരിക്കും. ജനപദങ്ങളുടെ തർക്കങ്ങൾ അവസാനിപ്പിക്കും. അവരുടെ വാൾ കൊഴുവും അവരുടെ കുന്തം വാക്കത്തിയും ആയി അടിച്ച് രൂപപ്പെടുത്തും. രാജ്യം രാജ്യത്തിനെതിരെ വാൾ ഉയർത്തുകയില്ല. അവർ ഇനിമേൽ യുദ്ധപരിശീലനം നടത്തുകയുമില്ല. യാക്കോബിൻ്റെ ഭവനമേ വരുക, നമുക്ക് കർത്താവിൻ്റെ പ്രകാശത്തിൽ വ്യാപരിക്കാം. നമ്മുടെ പാപാവസ്ഥകളാൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദൈവകോപം ശമിപ്പിക്കുന്നതിന് നമ്മുടെ കർത്താവിൻ്റെ പാടുപീടുകളെക്കുറിച്ച് ധ്യാനിച്ച് നമുക്ക് അപേക്ഷിക്കാം. അനാദിപിതാവായ സർവേശ്വര, അങ്ങേ തിരുക്കുമാരൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് പിരിയുന്ന സമയം സർവാംഗവും താൻ അനുഭവിച്ച ദുഃഖസങ്കടങ്ങളെ തൃക്കൺ പാർത്ത് ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരങ്ങളിൽ നിന്ന് അങ്ങേ കോപത്തെ നീക്കിയരുളണമേ. ആമേൻ.